ഈ ഡ്രസ് ഓർമ്മയുണ്ടോ ദിലുന്? ഈ ഡ്രസ് ഏതാ? അങ്ങനെ ചോദിക്കരുത്. ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കും ഞാൻ വിചാരിച്ചല്ല. പിന്നെന്താ ഇത് ഓർമ്മയില്ല എന്ന് പറയരുത്. ഇത് ഓർമ്മയുണ്ട്. ഏതാ പറ. മനക്കില്ല, ഒരു ഭംഗിയുള്ള തായ്ലൻഡ് സെയിൽസ് ഗേൾസ് ഇട്ടോണ്ടിരുന്നല്ലേ? ഭംഗിയുള്ള ആ പെൺകുട്ടി ഇട്ടപ്പോ ഓർമ്മയുണ്ട്. ഇത് എന്താന്നറിയോ? ഷാർപ്നറാ. കട്ടർ എന്നൊന്നും പറയില്ല. എന്ത് കട്ടർ? കട്ടർ എന്ന് പറയൂല. പണ്ട് കട്ടർ. ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള ഒരു വീക്കാണിത്. കാരണം കുറേ നാളുകൾക്ക് ശേഷം OHF ഫ്ലീ മാർക്കറ്റ് വീണ്ടും നമ്മൾ വെക്കുവാണ്. സോ ആദ്യം എല്ലാവരും ഇതൊരു പേഴ്സണൽ ഇൻവൈറ്റ് ആയിട്ട് കരുതുക. എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. സോ നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റ് ഒബ്രോൺ മോളിൻ്റെ 3rd ഫ്ലോർ കൊച്ചിയിൽ 10th, 11th, 12th രാവിലെ 11 തൊട്ട് രാത്രി 8 o'clock വരെ നടക്കുന്നുണ്ട്. അടിപൊളിയായിട്ട് നമുക്ക് എൻജോയ് ചെയ്യാം. സോ ഫുഡ് കാണും, അതെന്തായാലും കാണും കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ കിഡിലും ഫുഡ് കാണും. കാലിക്കറ്റിൽ നിന്നൊക്കെ നമ്മുടെ ഒരു ഫേവറേറ്റ് ടീംസ് വരുന്നുണ്ട്. അതല്ലാതെ ഡ്രിങ്ക്സ്, ചോക്ലേറ്റ്സ്, അങ്ങനെ കുറേ സംഭവങ്ങൾ കാണും. ഷോപ്പിംഗ് ഒബ്വിയസ്ലി പിന്നെ മീറ്റ് ആൻഡ് ഗ്രീറ്റ് ഉണ്ട്. നിങ്ങൾക്കൊന്നും വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും വന്ന് കഴിച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് പോവാം. കുറേ നാളായി എല്ലാവരും ഒന്ന് കണ്ടിട്ട്. സോ ഒരു അടിപൊളി ഒരു ഫെസ്റ്റീവ് അറ്റ്മോസ്ഫിയർ നമുക്ക് ഈ സമ്മർ വെക്കേഷന് വെക്കാം. ആൻഡ് നിങ്ങൾക്ക് അവിടെ പാർക്കിങ്ങിനുള്ള സൗകര്യമുണ്ട്. സോ ഇറ്റ് ബി വെരി കൺവീനിയൻറ്റ് ഫോർ യു. അതുകൊണ്ടാണ് നമ്മൾ ഒബ്രോൺ മോൾ മാറ്റാത്തത്. ആൻഡ് ഞങ്ങൾ ഇത്തവണ ഞാൻ പറഞ്ഞ പോലെ നമുക്ക് കുറച്ചും കൂടെ വെൽഡാക്കണമെന്നുണ്ടായിരുന്നു. പക്ഷേ വി തോട്ട് നോ, നമുക്ക് ഈ ഒരു പേഴ്സണൽ സ്പേസും എല്ലാവരുടെയും കൺവീനിയൻസും എല്ലാം കൂടെ കൊണ്ട് ഇതാണ്. പക്ഷേ എന്നാലും നമുക്ക് ഏകദേശം 40+ ബ്രാൻഡ്സ് ഉണ്ട്. വുമൺ ഓൺട്രപ്രണേഴ്സിന് മാത്രമേ നമ്മൾ കൊടുത്തിട്ടുള്ളൂ. ആൻഡ് മലയാളീസ് അല്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള ബ്രാൻഡ്സിനാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. ബിക്കോസ് നമുക്ക് ഇവരെയാണ് പ്രൊമോട്ട് ചെയ്ത് അല്ലെങ്കിൽ വലുതായി കാണേണ്ടത്. സോ ഇതിൽ നമ്മുടെ ഷോപ്പിലുള്ള കുറച്ച് ബ്രാൻഡ്സ് ഉണ്ട്. നമുക്ക് ഷോപ്പിലുള്ള എല്ലാവരെയും കൊണ്ടുവരാൻ പറ്റില്ല, കാരണം നമുക്ക് പുതിയ ആൾക്കാർക്ക് സ്പേസ് കൊടുക്കണം. സോ ഷോപ്പിലുള്ള കുറച്ച് ബ്രാൻഡ്സും വെളിയിലുള്ള പുതിയതായിട്ടുള്ള കുറേ ബ്രാൻഡ്സും വരുന്നുണ്ട്. സോ നമുക്ക് ഷോപ്പിലുള്ള ബ്രാൻഡ്സിനെ പരിചയപ്പെടാം. ആൻഡ് ബാങ്കോക്ക് ഫാഷനിൽ നിന്ന് നമ്മൾ കുറേ പുതിയ സാധനം, നമ്മളിപ്പോൾ ബാങ്കോക്ക് പോയിട്ട് കുറച്ച് സാധനം നമ്മൾ കാർഗോയിലാണ് വന്നത്. ഷോപ്പിലേക്കുള്ള സാധനങ്ങളൊക്കെ ഷിപ്പ് കാർഗോയിലാണ്. ബാക്കിയുള്ളതൊക്കെ നമ്മൾ എയർ കാർഗോ ചെയ്തിട്ട് കുറച്ച് സാധനങ്ങൾ എത്തിയിട്ടുണ്ട്. സോ ഇവിടെ കുറച്ച് ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമുക്ക് എക്സിബിഷൻ കാണും. ഏകദേശം 400 to 450 ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും നമ്മുടെ എക്സിബിഷനും ഉള്ളത്. സോ നമുക്ക് ആദ്യമേ നമ്മുടെ ഇവിടെയുള്ള ബ്രാൻഡ്സ് ഒക്കെ കാണാം. എല്ലാവരും വീണ്ടും OHF ഫ്ലീ മാർക്കറ്റിന് വരിക. അപ്പോൾ പ്രിയ മോഹൻ, നമ്മുടെ OHF ഫ്ലീ മാർക്കറ്റ് ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് തുടങ്ങി. അപ്പൊ നമ്മൾ OHF ഫ്ലീ മാർക്കറ്റ് വരികയാണ്. സീസൺ എത്രാമത്തെയാ? എനിക്ക് ഓർമ്മയില്ല, ഞാൻ അതുകൊണ്ട് അതും പറഞ്ഞില്ല. എനിക്കൊന്ന് 1, 2, 3, 4, 5 അങ്ങാണ്ടാണ് തോന്നുന്നു. കുറെ കാലത്തിന് ശേഷമാണ് കൊച്ചി വരുന്നത്. വേദു ജനിച്ചതിന് ശേഷം നമ്മൾ തുടങ്ങിയത്. 5 വർഷമായല്ലോ. വർഷത്തിൽ ഒരു എക്സിബിഷൻ വെച്ചെങ്കിലും നടന്നല്ലോ. അപ്പൊ എന്തായാലും ഒരു 4-5 years ആയിട്ടുണ്ട്. അപ്പൊ അതിന്റെ നമ്മൾ കുറെ നാളുകൾക്ക് ശേഷം കൊച്ചി വരുവാണ്. അപ്പൊ നമുക്ക് എല്ലാ സാധനവും നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല. ഇപ്പൊ കുറച്ച് നമ്മുടെ എന്തൊക്കെയാണ് ഒരു സാമ്പിൾ വെടിക്കെട്ട് കാണിക്കാം. ബാങ്കോക്ക് ഫാഷൻ എന്നുള്ളത് കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഞങ്ങൾ ഓൾറെഡി പാക്ക് ചെയ്ത് കഴിഞ്ഞു. അപ്പൊ കുറച്ച് ഔട്ട്ഫിറ്റ്സ് ഇപ്പൊ റെഫറൻസ് എന്തൊക്കെയായിരിക്കും സംഭവം കാണിക്കാം. ഓക്കെ, ആദ്യം തന്നെ മിക്കവരും ചോദിച്ച ഞാൻ ഈ ഡ്രസ് ഓർമ്മയുണ്ടോ ദിലുന്? ഈ ഡ്രസ് ഏതാ? അങ്ങനെ ചോദിക്കരുത്. ഞാൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആൻസർ ചോദിക്കും ഞാൻ വിചാരിച്ചല്ല. അതുകൊണ്ട് വെറുതെ തലകൊക്കെ ആന്ന് അറിയോ അതോടെ തീരുന്നു അറിയല്ലോ. ആരെങ്കിലും പരിചയമുണ്ടോ? എന്നെ പരിചയമുണ്ടോ? പേര് പറ, അറിയുന്നത്. അതുപോലെയാണ്. ഇത് എവിടെയാന്ന് പറ. ഓർമ്മയില്ല. യു ഡോണ്ട് റിമെമ്പർ? നമ്മളാ മറ്റേ ബോട്ട് ക്രൂസിൽ പോയപ്പെട്ടത്. ഹലോങ് ബേയോ? ക്രൂസിൽ അത്രയും ഭംഗിയുള്ള സ്ഥലം ഉള്ളപ്പോ ഈ പ്രിയനെ നോക്കിക്കൊണ്ടിരിക്കും ആരെങ്കിലും. അപ്പൊ ഈ ഡ്രസ് എക്സിബിഷന് കുറെ എൻക്വയറി വന്നതാണ്. ഈ ഡ്രസ്സിൽ കാണും. അതിന്റെ തന്നെ ബ്ലാക്ക് കാണും. ഓക്കെ, പിന്നെ നമ്മുടെ ഇത് നമ്മൾ ഒരു ഭംഗിയുള്ള തായ്ലൻഡ് സെയിൽസ് ഗേൾസ് ഇട്ടോണ്ടിരുന്നല്ലേ? ഭംഗിയുള്ള ആ പെൺകുട്ടി ഇട്ടപ്പോ ഓർമ്മയുണ്ട്. അത് പ്രിൻസിനെ ഓർമ്മിപ്പിച്ചു തന്നെ ഇപ്പൊ. അല്ലാതെ ഞാൻ ഓർത്തിരുന്നല്ല. അവിടെ നമ്മൾ കണ്ടില്ലേ തായ്ലൻഡ് ഒരു സെയിൽസ് ഗേൾസ് ഇട്ട് നിന്നാണ്. അത് ഇഷ്ടപ്പെട്ടിട്ട് നമ്മൾ എടുത്താണ് കേട്ടോ. അപ്പൊ ഇങ്ങനത്തെ കോട്ട് സെറ്റ്സ് ഉണ്ടാവും. കഫ്താൻ ടൈപ്പ് ഡ്രസ്സാണ് ഇത്. ലോങ് ഡ്രസ്സാണ്. മിക്കവാറും ഞാൻ ഇതിട്ടിട്ടായിരിക്കും നിൽക്കുന്ന എക്സിബിഷൻ കേട്ടോ. ഇങ്ങനത്തെ ലോങ് ഡ്രസ്സ് കാണും. പിന്നെ കൂടുതലും ഇത്തവണ ഞാൻ ലോങ് ഡ്രസ്സസ് ആണ് എടുത്തിരിക്കുന്നത്. ഇങ്ങനത്തെ ലോങ് ടൈപ്പ് കഫ്താൻ പോലത്തെ. അതെ, ഇങ്ങനത്തെ ലോങ് ഫ്രീ സൈസ് ഡ്രസ്സസ് കാണും. പിന്നെ ഇത് ഓർമ്മയില്ല എന്ന് പറയരുത്. ഇത് ഓർമ്മയുണ്ട്. ഏതാ പറ. ഡെയിലി ഓരോരോ പുതിയ ഡ്രസ് എടുത്തോണ്ട് ഞാൻ ഇങ്ങനെ ഓർത്തിരിക്കും. ഞാൻ പ്രിൻസിനോട് ചോദിച്ചപ്പോ പ്രിൻസ് പറയും ഇത് എവിടെ ഞാൻ ഇട്ടെന്ന്. ഇല്ലേ പ്രിൻസ്?
കണ്ടാ എവിടെ ഇട്ട് പ്രിൻസിന് അറിയാം വെഡിങ് ആനിവേഴ്സറിക്ക്. You don't look your wife properly. That is why you don't remember all this. കണ്ടോ പ്രിൻസിന് ഓർമ്മയുണ്ട്. ഞാൻ ഇതാ പ്രിൻസ് ഒരു 100 ഫോട്ടോസ് എടുത്തു തന്നു, അതാണ് ഓർമ്മയുള്ളത്. വെഡിങ് ആനിവേഴ്സറിക്ക് ഇട്ട ഡ്രസ് ചെയ്ത് അപ്പൊ തുടങ്ങിയപ്പോ ഇവിടെ ഭയങ്കര എൻക്വയറി ആണ്. മാം ഞാൻ അവിടെ ഇരിക്കുമ്പോ പറയും, മാം ആ ഡ്രസ് ഇവിടെ കിട്ടിയിട്ടില്ലാന്ന്. ആ ഡ്രസ് അല്ല ഇത്, വേറെ പീസസ് അല്ല അതിന്റെ 3-4 പീസ് എടുത്തിട്ടുള്ളൂ. പിന്നെന്താ ഇങ്ങനത്തെ ലോങ്, ഇതും കൊള്ളാല്ലേ, നല്ലല്ലേ? മൈ ടൈപ്പ്, പ്രിയ ടൈപ്പ് വേറെ ഇതൊക്കെ അല്ലേ? പ്രിയ ടൈപ്പ് ആണല്ലോ ഇവിടെ മൊത്തം എടുത്തിട്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനത്തെ ലോങ് കഫ്താനുണ്ട്, ഇങ്ങനത്തെ ഷർട്ട് ഡ്രസ്സസ് ഉണ്ട്. ഇതിന്റെ വൈറ്റും ഉണ്ട് ബ്ലാക്കും ഉണ്ടാവും കേട്ടോ. ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള എല്ലാം മറ്റേ കളർഫുൾ ആയിട്ടുള്ള യങ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഇടാൻ പറ്റും, ആഗ്രഹമുള്ളത് പക്ഷെ ഇടാൻ പറ്റാത്തത് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ കളർഫുൾ ആയിട്ടുള്ള ഫാബ്രിക്കിൽ ഇതൊക്കെ തായ്ലൻഡിലെ അവിടെയൊക്കെ സെയിൽസ് ഗേൾസ് ഒക്കെ ഇടുകൊണ്ട് എന്ത് ഭംഗിയല്ലേ കാണാൻ. അത് അങ്ങനത്തെ ഇടണം എന്ന് പറഞ്ഞാൽ കേറുന്ന കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളവർ ഇട്ടാലേ ഇതൊക്കെ ഭംഗിയുള്ളൂ അല്ലേ? അവിടുത്തെ മിക്ക സെയിൽസ് ഗേൾസും അവരുടെ തന്നെ അതാണ് ആക്ച്വലി ടെക്നിക്ക്. അത് കണ്ടിട്ടാണ് നമ്മൾ എടുക്കുന്നത്. നമുക്കും അങ്ങനെ നിർത്താം ഇവിടെ. ഇവിടെ എല്ലാരും നമ്മുടെ ഇങ്ങനത്തെ ഈ ബാങ്കോക്ക് ഫാഷനിൽ നിന്നും ബ്രാൻഡിൽ നിന്നുള്ള ഡ്രസ്സ് ഇടിപ്പിച്ച് നിർത്തണം. അതെ, എന്നാലേ അതിനൊരു ഇതാണോ എന്നാ ഇതെടുക്കൂ എന്ന് പറയുന്നത് അല്ലേ? അപ്പൊ ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് ഉണ്ട്. ഒരു ട്രെൻഡി ആയിട്ടുള്ള കുറേ പോക്കറ്റ്സും ബാഗി ഫിറ്റും ആയിട്ടുള്ളത്. ഒരു ജാപ്പനീസ് കൊറിയൻ പാൻസ് എന്നൊക്കെ പറയാം, ജീൻസ് എന്നൊക്കെ പറയാം, ആ ഒരു ടൈപ്പ് ഉണ്ട്. ഡെനിം ജീൻസ് ഉണ്ട്. പിന്നെ നമുക്ക് ഡെനിമിന്റെ സ്കേർട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ഏകദേശം 400 ഉണ്ട്, 400-450 ഐറ്റംസ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് കുറച്ച് ഇപ്പൊ വെളി കാണിക്കുന്നത് മാത്രമേ കാണിക്കുന്നുള്ളൂ. പിന്നെ ഈ ഡ്രസ് ഉണ്ട്, ഓക്കെ, ഇത് കണ്ടോ? അല്ലാതെ നമ്മുടെ ട്രേഡ് മാർക്ക് നമ്മൾ ആദ്യമേ ബാങ്ക് ഓഫ് ഫാഷൻ ഉണ്ടാക്കിയ ഡ്രസ് ഇല്ലേ, അതെ അതുണ്ട്. ഇത് കണ്ടോ വർക്ക് ഒക്കെ കയ്യിൽ ഇങ്ങനെ വർക്ക് വന്ന ലോങ് ഡ്രസ് ആണ് ഇത്. ജംപ് സൂട്ട്സ് കുറച്ചധികം ഉണ്ടോ? ഇല്ല അല്ലേ, ഉണ്ടോ? ചെല്ലും തോന്നുന്നു ഇത്തവണ ജംപ് സൂട്ട്സ് അല്ല, ഉണ്ട് അത്യാവശ്യം. ഇങ്ങനത്തെ ജംപ് സൂട്ട്, പിന്നെ ലെതർ സ്കേർട്സ് ഇല്ലേ, അതൊക്കെ പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. പിന്നെ ഇത് നമ്മുടെ ട്രേഡ് മാർക്ക് ബാങ്കോക്ക് ഫാഷൻ ആക്കിയ ഡ്രസ്സാണ്. അതെ, ഇതിന്റെ റെഡ് അല്ല സോറി ഇതിന്റെ ബ്ലാക്ക്, യെല്ലോ, വൈറ്റ്, അതെനിക്ക് ഓർമ്മയുണ്ട്, പിങ്ക്. അപ്പൊ ഇങ്ങനത്തെ കുറച്ച് ഔട്ട്ഫിറ്റ്സും കാണും. കുറെ ടോപ്സ് കാണും. ടോപ്സ് നമ്മൾ ആക്ച്വലി ഒരു നമ്മുടെ സ്റ്റാർട്ടിംഗ് റേഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ ഒരു 450 വെച്ചാണ് തുടങ്ങുന്നത്. എല്ലാം ബാങ്കോക്കിൽ നിന്ന് ഹാൻഡ് പിക്ക് ചെയ്ത് ഇമ്പോർട്ടഡ് ക്ലോതിങ് ആണ്. സോ ക്വാളിറ്റി നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും. കളർ ഫെയ്ഡ് ഒന്നും ഉണ്ടാവില്ല, ജസ്റ്റ് വാഷിംഗ് ഇൻസ്ട്രക്ഷൻസ് മാത്രം ഫോളോ ചെയ്താൽ മതി. ഇങ്ങനത്തെ നല്ല പ്രിറ്റി ആയിട്ടുള്ള ടോപ്സും കാണും. പിന്നെ ഇതൊക്കെ കണ്ടോ, നല്ല ഭംഗിയുള്ള ടോപ്സ് ആണ് ഇതൊക്കെ. ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ 450 ഓൺവേർഡ്സ് ആണ് നമ്മുടെ ഔട്ട്ഫിറ്റ്സ് എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. 450 ടിൽ ഒരു 1005 വരെ റേഞ്ച് പോകുന്ന ഔട്ട്ഫിറ്റ്സ് ആണ് കൂടുതലും. പിന്നെ കുറച്ച് എക്സ്ക്ലൂസീവ് കളക്ഷൻസ് ഉള്ളതാണ് കുറച്ചും കൂടെ റേറ്റ് കൂടിയത്. ഓക്കെ, അപ്പൊ ഇനി ബാക്കിയുള്ള ബ്രാൻഡ്സ് കാണിക്കാം. 450-500 ഔട്ട്ഫിറ്റ് ഞങ്ങൾ ഇത്തവണ ആയിരിക്കും ഏറ്റവും വലിയ കളക്ഷൻ എക്സിബിഷന്. ആൻഡ് അത് മൊത്തം അറേഞ്ച് ചെയ്ത് ടാഗ് ചെയ്യുന്നതൊക്കെ പ്രിയയുടെ ജോലി. എന്നെയും പ്രിൻസിനെയും വിളിക്കരുത്, പ്രിൻസ് അങ്ങോട്ട് ഓടുക. അയ്യോ, ഇത് കാണിച്ചില്ലല്ലോ. ഇത് ഞാൻ അവിടെ വെച്ച് കാണിച്ചായിരുന്നു തോന്നുന്നു. ഇത് നമ്മള് കാണിച്ചതാ അല്ലേ? ഇത് അവിടെ വെച്ച് ഇങ്ങനത്തെ ജംപ് സൂട്ട്സ് ഉണ്ട്. പിന്നെ ഫോർ ഡ്രസ്. അതല്ലാതെ ഈ മാനിക്വിൻസ് കിടക്കുന്നതൊക്കെ നമ്മുടെ ഹൈ സെല്ലിംഗ് ഐറ്റംസ് ആണ്, അതും കാണും കേട്ടോ. സോ ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ നേരത്തെ വേണമെങ്കിൽ ഇപ്പോഴേ സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ സ്റ്റോറിലേക്ക് അയക്കുക, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലേക്ക് അയക്കുക. എക്സിബിഷനും വെക്കണം എന്നുണ്ട്, ഹോപ്പ്ഫുള്ളി പീസസ് ഉണ്ടെങ്കിൽ. അപ്പോൾ ഇനി നമ്മുടെ എക്സിബിഷനുള്ള നമ്മുടെ ഷോപ്പിലുള്ള കുറച്ച് ബ്രാൻഡ്സ് കാണിക്കാം. പക്ഷെ ഈ കളക്ഷൻസ് ആയിരിക്കില്ല, അവർ പുതിയ പുതിയ സാധനങ്ങൾ കുറെ വെക്കുന്നുണ്ട്. അത് ഇനി എക്സിബിഷൻ കഴിഞ്ഞാൽ നമ്മുടെ ഷോപ്പിലേക്ക് ആ സാധനങ്ങൾ വരുന്നതായിരിക്കും. ചിലപ്പോൾ ഈ കളക്ഷൻസ് കാണും, ഇതും കാണും, പ്ലസ് പുതിയതും കാണും. അതെ, അഥവാ എക്സിബിഷൻ ഇല്ലെങ്കിൽ നമുക്ക് ഷോപ്പിൽ വന്നും വാങ്ങാം. അപ്പൊ പ്രിറ്റി പ്ലേസ് എന്ന് പറയുന്ന പ്രിറ്റി പ്ലേസ് എന്ന് പറയുന്ന ബ്രാൻഡാണ് നമ്മുടെ എക്സിബിഷൻ ഉണ്ടാവുക. അവർക്ക് കൂടുതലും കഫ്താൻസ് ആണ്, പക്ഷെ ഇപ്പൊ കുറെ സൽവാസും വന്നിട്ടുണ്ട്. ജസ്റ്റ് നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റാന്ന് കാണിച്ചു തരാം. ഇതൊക്കെ നല്ല പീസസ് ആണ് സാർ. ഇങ്ങനത്തെ കഫ്താൻ ഞാൻ കാണിച്ചു തരാമേ. ഇവര് കഫ്താൻസിലാണ് ആക്ച്വലി ഹിറ്റ് ആയത്. പിന്നെ ഇപ്പൊ ഇവര് നല്ല ഇങ്ങനത്തെ ഫാബ്രിക്കില് ഇങ്ങനത്തെ ദുപ്പട്ട ഉള്ള അൺസ്റ്റിച്ച്ഡ് പീസസും വരുന്നുണ്ട്. കണ്ടോ, ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഇവിടെ വർക്ക് ഒക്കെ വെച്ചിട്ടുള്ള കഫ്താൻസും അവർക്കുണ്ട്. നെക്സ്റ്റ് നമ്മുടെ ആഡിയ ഡിസൈൻ എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ സ്റ്റോളും ഉണ്ടാവും എക്സിബിഷന്. അവർക്ക് പാർട്ടി വെയർ സൽവാസും ഉണ്ട്, കൂടാതെ പാർട്ടി വെയർ സാരീസും
നോർമൽ ലിനൻ സാരീസും ഒക്കെ കാണും. അപ്പോൾ അതാ ഇങ്ങനത്തെ പാർട്ടി വെയർ സൽവാർ, ഇതാ ഇങ്ങനത്തെ പാർട്ടി വെയർ സൽവാർസും ഉണ്ടാവും. കുറേ വെറൈറ്റീസ് ഉണ്ട്. കുറച്ച് ഇങ്ങനത്തെ പാർട്ടി വെയർ സാരീസ് ഉണ്ടാവും, ഇങ്ങനത്തെ ലിനൻ സാരീസ് ഉണ്ടാവും. ഇതൊക്കെ കണ്ടോ? ഇതല്ലാതെ 2 ബേബീസും കാണും. അതിനാണ് എക്സൈറ്റഡ്. ഇതാ ഇങ്ങനത്തെ പാർട്ടി വെയർ സാരീസും ഉണ്ടാവും. ഇവരുടെ ബേബിയാണ് നമ്മുടെ എക്സിബിഷനിൽ കൂടെ വളർന്നത്. ഇപ്പൊ 3-4 വയസ്സായി, 3 വയസ്സായി തോന്നുന്നു. ഇവരുടെ കൂടെയാണ് ബാംഗ്ലൂര്. ആണോ? നെക്സ്റ്റ് ബ്രാൻഡ് സൽവാർ കമീസ് സ്റ്റോർ. അവർക്ക് മെയിൻലി സൽവാർസ് ആണ് ഉണ്ടാവുക. കൂടെ അല്ലാതെ കോട്ട് സെറ്റ്സും ഉണ്ട്. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് എംബ്രോയിഡറി ഒക്കെ ചെയ്തിരിക്കുന്ന ഇങ്ങനത്തെ നല്ല 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 സൽവാർസ് ഉണ്ട്. കൂടാതെ ഇതാ ഇങ്ങനത്തെ കോട്ട് സെറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ കൂടുതൽ ഔട്ട്ഫിറ്റ്സ് ആയിരിക്കും ഉണ്ടാവുക. ഇത് കണ്ടോ? ഇവർ ആക്ച്വലി എക്സിബിഷന് കുറെ ഡിഫറെന്റ് സാധനങ്ങളും പ്ലസ് ഇവരുടെ റെഗുലർ സാധനങ്ങളും ട്രൈ ചെയ്യും. സോ കസ്റ്റമേഴ്സിന്റെ ഇൻട്രസ്റ്റ് അനുസരിച്ച് അവർക്കും കസ്റ്റമൈസ് ചെയ്ത് ബാക്കി അതനുസരിച്ച് സ്റ്റോളിലേക്കും വെക്കാമല്ലോ നമ്മുടെ സ്റ്റോറിലേക്ക്. അതെ, ഇവിടുത്തെ എല്ലാ ബ്രാൻഡ്സും അങ്ങനെ തന്നെയാ ചെയ്യാൻ പോണേ. എക്സിബിഷൻ അവർ പുതിയതായിട്ട് നമ്മുടെ സ്റ്റോറിൽ എത്ര ബ്രാൻഡ്സ് നമുക്ക് കൊടുത്തിരിക്കുന്നത്? 18 16 16 സംതിങ് അത്രേ ഉള്ളൂ. ബാക്കി മൊത്തം പുതിയ ബ്രാൻഡ്സ്. ആ ബ്രാൻഡ്സ് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് എക്സിബിഷന്റെ തലേ ദിവസം കാണിക്കാം. പിന്നെ നെക്സ്റ്റ് സുവസ്ത്ര എന്ന് പറയുന്ന ജയ്പൂർ പ്രിൻസ് ഉള്ള അങ്ങനത്തെ ബ്രാൻഡാണ് ഇവിടെ. ഡെയിലി വെയർസ് ആണ്. വെരി അഫോർഡബിൾ ആണ് ഇവരുടെ ഡെയിലി വെയർസ്. ഓഫീസ് വെയർ എന്തിനും വേണമെങ്കിലും നമുക്ക്. എനിക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ ഇവരുടെ സൽവാർസ്. ഇങ്ങനത്തെ കുറച്ച് നല്ല കളർഫുൾ ആയിട്ടുള്ള അതോ പ്രിയൊന്ന് മാറിക്ക്. പ്രിൻസ് പ്രിൻസാ? പ്രിൻസ് 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 ഓ പ്രിൻസ്. ഡ്രസ്സിൽ മൊത്തം പ്രിൻസ് ആണല്ലോ ഒന്ന്. അപ്പൊ ഇത് കണ്ട എന്ത് കളർഫുൾ ആണെന്ന് നോക്കി. ഇതുപോലെ റാക്ക്, ഇതുപോലെ നമ്മുടെ എക്സിബിഷനും കളർഫുൾ ആയിരിക്കും, സ്റ്റോൾസും കളർഫുൾ ആയിരിക്കും. ഇവർക്ക് ഇങ്ങനത്തെ കഫ്താൻസും ഉണ്ട് കേട്ടാ, ഷോർട്ട് കഫ്താൻസും ഉണ്ട്. നെക്സ്റ്റ് നമ്മുടെ കംഫർട്ടബിൾ വെയർ ആയിട്ടുള്ള ലാക്സ് ഡെസിനോ എന്ന് പറയുന്ന ബ്രാൻഡാണ് എക്സിബിഷൻ ഉണ്ടാവുക. അവർക്കും ഇതുമാതിരി കുറേ നല്ല ഡെയിലി വെയർസും കംഫർട്ടബിൾ വെയർസും ഉണ്ട്. കംഫർട്ട് വെയർസ് ഇങ്ങനത്തെ കോട്ടൺ, നല്ല ബ്രീത്തബിൾ കോട്ടൺ സൽവാർസും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കഫ്താൻസും ഉണ്ട്. അതും സിൽക്ക് ഫാബ്രിക്കിന്റെ ആണ് ഇത്. കഫ്താൻസും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ ഇതാക്കണ്ടോ ജാക്കറ്റ് ഒക്കെ ഉള്ള ഇങ്ങനത്തെ ഔട്ട്ഫിറ്റ്സും ഉണ്ട്. അപ്പൊ ഇങ്ങനത്തെ ഒക്കെ വെറൈറ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ബ്രാൻഡ്സ് ആണ് നമ്മുടെ ഷോപ്പിലുള്ളതും എക്സിബിഷന് വരാൻ പോകുന്നതും. ഇവർക്ക് നമ്മുടെ ആദ്യത്തെ എക്സിബിഷൻ തൊട്ടുള്ളതെന്ന് തോന്നുന്നു അല്ലേ ലക്സ് ഒക്കെ? നമ്മളൊക്കെ ഇവർ ആദ്യമേ തുടങ്ങി നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ബ്രാൻഡ്സ് ആണ് ഇവരൊക്കെ അല്ലേ? അതെ, അതുകൊണ്ട് നമ്മുടെ സപ്പോർട്ട് എന്നും ഇവർക്ക് കാണും. അടുത്തത് പ്രിയയുടെ മോഷണം പോയ ബാഗ്. അതിന് സ്റ്റോളൻ ബാഗ് എന്ന് അവർ പേരിട്ട് ഓർമ്മയില്ലേ? അതോ ഇല്ല, സ്റ്റോളൻ ബാഗ് ഒക്കെ പോയി, എല്ലാം സ്റ്റോൾ ചെയ്ത് പോയി. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാ. ഇത് ആക്ച്വലി LVയുടെ ഫസ്റ്റ് ചെസ്റ്റിന്റെ ഒരു ഷേപ്പ് ആണ്. പ്രിന്റ് അതല്ലെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഡെഫിനറ്റ്ലി ഒരു സ്റ്റേറ്റ്മെന്റ് പീസ് ആണത്. പിന്നെ എനിക്ക് ഇവരുടെ ഇഷ്ടമുള്ളത് ഇങ്ങനത്തെ ഷെൽസിന്റെ ഇങ്ങനത്തെ. ഇവർ ആക്ച്വലി എനിക്കൊരു ഫോട്ടോ അയച്ചു തന്നു, ഫ്ലോറൽ സ്നീക്കേഴ്സ്. ഞാൻ കണ്ടായിരുന്നു. അത് വന്നു കഴിഞ്ഞാൽ സംഭവം ഉണ്ടാവോ എനിക്ക് അറിയില്ല കേട്ടാ. ഭയങ്കര ഭംഗിയായിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ജൂത്തീസ് ഉണ്ട്, ഇതുപോലത്തെ ക്ലച്ചസ് ഉണ്ട്, ബാഗ്സ് ഉണ്ട്, വലിയ വലിയ ബാഗ്സ് ഉണ്ട്. ഇങ്ങനത്തെ ജൂത്തീസ് ഉണ്ട്, ഇങ്ങനത്തെ സാൻഡൽസ് ഉണ്ട്. ഇതിന്റെ ഒരെണ്ണം എനിക്കുണ്ട്, റെഡ് യെല്ലോ. ഇങ്ങനത്തെ ബ്രൈഡൽ വെയർ, ഫംഗ്ഷൻ വെയർ ജൂത്തീസ് ഉണ്ട്. ഇങ്ങനത്തെ ബ്യൂട്ടിഫുൾ പാർട്ടി വെയർ ബാഗ്സും ഉണ്ടാവും. അപ്പൊ ജിഗ കാണണമെങ്കിൽ നേരെ ജൂത്തിക്സിലേക്ക് പോയാൽ മതി. അതെ, അപ്പൊ ജൂത്തിക്സും നമ്മുടെ എക്സിബിഷന് കാണും. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഉള്ള ആദ്യം തൊട്ടുള്ള ബ്രാൻഡാണ്, നമ്മൾ ആകെ കൂടെ വെച്ചിരിക്കുന്ന ഒരു കോസ്മെറ്റിക് ബ്രാൻഡാണ്. ഇഷ്ടമുള്ള സോപ്പാ ഇവരുടെ. അത് ഇല്ലേ ഇവിടെ? അതെ, കിഡ്സ് സോപ്പ്. നിങ്ങൾക്ക് ധൈര്യത്തോടെ ഇവരുടെ പ്രൊഡക്ട്സ് ഉപയോഗിക്കാം. കാരണം ഞങ്ങൾ കുറെ ജനിച്ചിട്ട് 1 വർഷം കഴിഞ്ഞിട്ട്, ജനിച്ചതിന് 1 വയസ്സ് 1.5 വയസ്സുള്ളപ്പോൾ തൊട്ട് ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ആണ്. ഇവരുടെ ഓയിൽ ആണെങ്കിലും ഇവരുടെ സോപ്സ് ആണെങ്കിലും എല്ലാം നാച്ചുറൽ സംഭവം, നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് ആണ്. എവറിത്തിങ് ഇസ് നാച്ചുറൽ ഓർ ഹെർബൽ. സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ധൈര്യത്തോടെ ട്രൈ ചെയ്യാം. ഇപ്പൊ ഇവരുടെ ലിപ് ബാംസ് വരെ അടിപൊളിയാണ്. അലോവേറ ജെൽ എല്ലാം നല്ലതാണ്. പ്രിയക്ക് ഉപയോഗിക്കാല്ലോ ഡോങ്കിയുടെ മിൽക്ക് സോപ്പ്. ഇത് പുതിയതാട്ടോ, ഇത് ഞങ്ങൾ ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഗോട്ടാണ് നമ്മൾ എപ്പോഴും ഉപയോഗിക്കുന്നത്. ഗോട്ട്, നാൽപ്പാമര, നീം തുളസി ഉപയോഗിക്കും ആക്നെ ഒക്കെ ഉള്ളവർക്ക്.
അപ്പൊ നിങ്ങൾക്ക് നല്ല ട്രസ്റ്റ് വേർത്തി വെർജിൻ കോക്കനട്ട് ഓയിൽ നല്ല ട്രസ്റ്റ് വർത്തി പ്രൊഡക്ട്സ് നിങ്ങൾക്ക് എസെൻഷ്യയിൽ നിന്ന് വാങ്ങാം, സ്റ്റോറിലും വാങ്ങാം, എക്സിബിഷനിലും വാങ്ങാം. അതുപോലെ തന്നെ നമ്മുടെ അടുത്തൊരു ഫേവറേറ്റ് ആണ് അമ്മാസ് പിക്കിൾ. അമ്മ ഡെഫിനറ്റ്ലി അവിടെ കാണും. അമ്മ ഉണ്ടാക്കുന്നതാണ് വീട്ടില്. നമുക്ക് ഇവിടുന്ന് ഒരു കംപ്ലൈന്റ്സും ഇല്ലാത്ത പ്രൊഡക്റ്റ് ആണ്. അമ്മാസ് പിക്കിളിന്റെ മെയിൻ സാധനം സോൾഡ് ഔട്ട് ആയിരിക്കും. പ്രിയ അത് അവരുടെ എടുത്തോണ്ട് പോകാൻ വേണ്ടി നിൽക്കുമായിരുന്നു ഇവിടെ. അപ്പൊ ഇവർക്ക് മുറുക്ക് കാണും. ഇതുപോലത്തെ പ്രോൺസ് ചമ്മന്തിപ്പൊടി, സാധാരണ കറി ലീഫ് പൊടി, ഇതൊക്കെ കുറച്ച് കോമൺ അല്ലല്ലോ. സോ നല്ല എല്ലാ ഹോം മെയ്ഡ് ആണ്, നല്ല ഇൻഗ്രീഡിയൻസ് ആണ്. ആൻഡ് പിക്കിൾസ് ഇഷ്ടം മാതിരി ഉണ്ട്. ബീഫ്, എന്റെ ഫേവറേറ്റ് ഇവരുടെ ബീഫും പ്രോണും ആണ്. അതുപോലെ തന്നെ ഇവരുടെ ഒരു സ്വീറ്റ് മാംഗോ പിക്കിൾ ഉണ്ട്. അത് മധുരമുള്ള പിക്കിൾസ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടാം. നല്ല പിക്കിൾസാ. സോ ഇവരും നമ്മുടെ എക്സിബിഷന് കാണും. അതുപോലെ തന്നെ അവരുടെ ഷോപ്പിൽ ഒരുപാട് ആൾക്കാർ ചോദിച്ചു വരുന്ന ഒരു ബ്രാൻഡാണ് ന്യൂഡ്സ്. സ്ഥിരം ഈ ഭാഗത്ത് തിരക്ക് കാണുന്ന ഒരു ബ്രാൻഡാണ്. പക്ഷെ ആ തിരക്കിനെ നിങ്ങൾക്ക് ഇവിടെ റിഫ്ലക്ട് ചെയ്യാം. ഒന്നുമില്ല, അവരെല്ലാം എക്സിബിഷന് പ്രിപ്പയർ ചെയ്തോണ്ടിരിക്കുവാണ്. സോ നല്ല ഈവിൾ ഐയുടെ ലോക്കറ്റ്സ് ഇത് കണ്ടോ, ഇങ്ങനത്തെ നല്ല ഈവിൾ ഐ എല്ലാം കൊറിയൻ ഫാഷൻ ആയിട്ടുള്ള ജ്വല്ലറിയാണ് ഇവരുടെ കയ്യിലുള്ളത്. പിന്നെ ഇങ്ങനത്തെ ഈവിൾ ഐയുടെ ബ്രേസ്ലെറ്റ്, ഇങ്ങനത്തെ മെയിൻ തിങ് ഇവരുടെ ഭയങ്കര അഫോർഡബിൾ കളക്ഷൻസ് ആണ്. അഫോർഡബിൾ കളക്ഷൻസ് ആണ്, വെറൈറ്റി ഉണ്ട്. ഓക്കെ, സോ ന്യൂഡ്സ് എന്തായാലും നമ്മുടെ എക്സിബിഷനും കാണും. അവർ ഒരുപാട് സ്റ്റോക്ക് ആയിട്ട് വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉടനെ തന്നെ നമ്മുടെ ഷോപ്പിലും റീസ്റ്റോക്ക് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ അട്രാക്റ്റീവ് ആൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ചിയ. നമ്മുടെ ഡീകോർ, ചെടികള് ആൻഡ് ഡീകോറിന്റെ ഒരു ബ്രാൻഡാണ്. ചെടികള് പ്രാന്തായിട്ടുള്ളവര്, എന്റെ അമ്മേനെ അച്ഛനെയും പോലെ ഭയങ്കര ഭംഗിയായിട്ടുള്ള കുറെ ഐറ്റംസ് ഉണ്ട്. ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഫ്ലവർ പോട്ട് എന്ത് രസമായിട്ട് ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്നതാണ്. ടെസ്റ്റ് ട്യൂബ്സിന്റെ ഫ്ലവർ പോട്ട്സ് ഒരുപാട് പേർക്ക് ഇഷ്ടമാവുന്നതാണ്. ഇത് കണ്ടോ, ഈവിൾ ഐഡിയ ഉണ്ട്. ഇതെല്ലാം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പോട്ട്സ് ആണ്. ഒരുപാട് പുതിയ സാധനങ്ങൾ വന്നിട്ടുണ്ട്. ഇതെല്ലാം ഇൻഡോർ പ്ലാന്റ്സ് ആണ് ചിയയുടെ. സോ ഇത് മെയിൻറ്റെയിൻ ചെയ്യാനും എളുപ്പമാണ്, ഗിഫ്റ്റ് ചെയ്യാൻ നല്ലതാണ്. ആൻഡ് ഞങ്ങൾ കാണിക്കുന്ന എല്ലാ ബ്രാൻഡും ഷോപ്പിൽ സെയിൽ കാണും, എക്സിബിഷനും ഉണ്ട്, ഓൺലൈനും ഉണ്ട്. ഇവിടെ ഇൻസ്റ്റാഗ്രാമിൽ പോയി മെസ്സേജ് ചെയ്താൽ നിങ്ങൾക്ക് ഓൺലൈൻ സെയിൽസും കിട്ടും. ഓക്കെ, സോ ചിയയും കാണും. എന്തായാലും എല്ലാവരും ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പ്രിയക്ക് ഇവിടുന്ന് പോകാൻ കുറച്ച് ടൈം എടുക്കും. പുതിയ പുതിയ കളക്ഷൻസ് കണ്ടുകൊണ്ടിരിക്കുക. ഇനി നെക്സ്റ്റ് ബ്രാൻഡ് ടീ ഡിസൈൻ. ടീ ഡിസൈനിന്റെ കൂടുതൽ പാർട്ടി വെയർ സൽവാസ് ആണ്. അതുകൂടാതെ ഡെയിലി വെയർ സൽവാസും കോട്ടൺ വെയർ സൽവാസും ഉണ്ട്. പക്ഷെ കൂടുതലും പോകുന്ന പാർട്ടി വെയർ സൽവാസ് ആണ് ഇവരുടെ. അപ്പോൾ ഇതാ ഇങ്ങനത്തെ ഒക്കെ നല്ല നല്ല പാർട്ടി വെയർ, നല്ല ഇത് ദുപ്പട്ടൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. കണ്ടോ കണ്ടോ, ഇങ്ങനത്തെ നല്ല പാർട്ടി വെയർ സൽവാസ് ഉണ്ടാവും. നമ്മുടെ എക്സിബിഷനും ഉണ്ടാവും. പിന്നെ ഷോപ്പിലേക്ക് അവർ കുറച്ച് പുതിയ സാധനങ്ങൾ എത്തിച്ചിട്ടുണ്ട്. അതെ, ഇപ്പൊ എല്ലാ ബ്രാൻഡുകാരും എക്സിബിഷന്റെ തിരക്കിലാണ്. പ്രിപ്പയർ ചെയ്യാൻ നിങ്ങളൊക്കെ വന്ന് അവരൊക്കെ സപ്പോർട്ട് ചെയ്യണം. കാരണം അവർ ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കുറെ പുതിയ പ്രൊഡക്ട്സും കുറെ ഡിഫറെന്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനത്തെ നല്ല കോട്ടൺ വെയർ സൽവാസും പാർട്ടി വെയർ സൽവാസും നമ്മുടെ ടീ ഡിസൈൻ ബ്രാൻഡിന് ഉണ്ടാവും. നമ്മുടെ അടുത്ത ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. ഇവർക്ക് എനിക്ക് ഡെയിലി ഒരു ബന്ധമുണ്ട്. എന്താ അറിയോ, ഇവരുടെ ബിരിയാണി ഞാൻ ഡെയിലി ഓർഡർ ചെയ്യാറുണ്ട്. ഹോട്ട് ബോക്സ് ബിരിയാണി അല്ലേ? മിക്ക ദിവസം ഞാൻ ഇവരുടെ എക്സിബിഷൻ 3 ദിവസം കൊണ്ടുവരാൻ പറയണം, നമുക്ക് ഹോട്ട് ബോക്സ് ഫ്രീ ബിരിയാണി തരണം. സോ ഇവരാണ് ആക്ച്വലി ഈവിൾ ഐയുടെ സാധനങ്ങൾ നമ്മുടെ എക്സിബിഷനിൽ കൊണ്ടുവന്ന് ഭയങ്കര ഫേമസ് ആക്കിയത്. അതുപോലെ തന്നെ ലക്കി ഷൂസ് ഉണ്ട്. ഷൂസ് ആക്ച്വലി ഭയങ്കര ലക്കി, അതൊക്കെ തീർന്നു തോന്നുന്നു. ഹോപ്പ്ഫുള്ളി എക്സിബിഷൻ നല്ല ബ്യൂട്ടിഫുൾ ആയ കുട്ടി കുട്ടി സാധനങ്ങൾ എനിക്ക് ഇഷ്ടമുള്ള, കപ്പ് ആൻഡ് സോസസ് ഒക്കെ ഉപയോഗിക്കാൻ ഇഷ്ടമില്ലാത്തതും വെക്കാൻ കാണാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ അല്ലേ. അപ്പൊ അങ്ങനത്തെ കുറെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡീകോർ ഐറ്റംസ് കാണും കാസ വൈറ്റിന്റെ സ്റ്റോളില്. പ്രിയയുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്രോഡക്ട്സ് എന്ന് പറയാം. അതെ, ഏറ്റവും ഇഷ്ടമുള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇവരുടെ ക്വിൽസ്. ക്വിൽസ് ആൻഡ് ബെഡ്ഷീറ്റ്സ് ഭയങ്കര നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നതില് ഏറ്റവും കൂടുതൽ നമ്മുടെ വെതറിന് പറ്റിയത്. സമ്മേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ എ സിക്ക് ആണെങ്കിലും 2 സൈഡ് ഉപയോഗിക്കാം. ഭയങ്കര കംഫർട്ടബിൾ ആണ്, എക്സ്ട്രീംലി കംഫർട്ടബിൾ. ആ ക്വാളിറ്റി ഉണ്ട്. ഇവരുടെ പ്രിന്റ്സും ഭയങ്കര ഇഷ്ടമാണ്. ജയ്പൂർ ഭയങ്കര ഭംഗിയാണ് കാണാൻ. അപ്പൊ ഇവർക്ക് ഇത് നമ്മളിപ്പോ തുറന്ന് കാണിക്കുന്നില്ല, കാരണം അവിടെ സ്റ്റാഫ് എല്ലാം മടക്കേണ്ടി വരും. നമ്മൾ ഇതെല്ലാം തുറന്ന എക്സിബിഷൻ വന്നാൽ എല്ലാം തുറന്ന് കാണിക്കാം. എക്സിബിഷൻ സ്റ്റാളിന്റെ തലേ ദിവസം നമ്മൾ എല്ലാം തുറന്ന് കാണിക്കാം. അതെ, അതുപോലെ തന്നെ എക്സിബിഷൻ വന്നാൽ നിങ്ങൾ ഡെഫിനറ്റ്ലി നിങ്ങളൊന്ന് കണ്ട് തൊട്ട് ഫീൽ ചെയ്തിട്ട് പോണം ഈ പ്രോഡക്റ്റ്. കാരണം അത്രയും റെക്കമെൻഡഡ് ആണ്. ഇവന്റെ ബെഡ്ഷീറ്റ്സ് ഇത് നല്ല സാധനമാണ്. ഇത് നമ്മളൊക്കെ ഇപ്പൊ ഉപയോഗിക്കുന്ന ഇതാണ് ട്രാവൽ പോച്ച്. കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സ്റ്റൈലിഷ് സംഭവം പോലെ കാണും, പക്ഷെ അകത്ത് ഭയങ്കര യൂട്ടിലിറ്റി ആണ്. കാരണം വാഷബിൾ ആണ്, എന്തെങ്കിലും സ്പില്ലായാലും ഒന്നും ഒരു കുഴപ്പമില്ല.
തുണി വെളിയിലാണെങ്കിലും അകത്ത് ഇതുപോലെ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് നമുക്ക് റഫ് യൂസ് ഒക്കെ ചെയ്യാം. സോ ഇതും നിങ്ങൾ ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യുക. സ്പേസ് കാണും. ഇവിടെ 20% ഓഫ് ഉണ്ട്. സെറാമിക് പ്രോഡക്ട്സ് ഇപ്പം നമ്മുടെ ഷോപ്പിൽ 20% ഓഫ് ഉണ്ട്. നെക്സ്റ്റ് ബ്രാൻഡ് വന്നിട്ട് മാ ബുട്ടീക്ക്. മാ ബുട്ടീക്ക് ഇവരുടെ കുറച്ച് ലിമിറ്റഡ് കളക്ഷൻസ് ആണ്, പക്ഷെ മിക്ക കസ്റ്റമേഴ്സും ചോദിച്ചു വരുന്ന ഒരു ബ്രാൻഡാണ് ഈ മാ ബുട്ടീക്ക്. ആൻഡ് വെരി ബ്യൂട്ടിഫുൾ, നല്ല ഭംഗിയുള്ള തസ സിൽക്കിന്റെയും ചിക്കൻ കാരിയുടെയും ഒക്കെ സാരീസ് ഉണ്ട് ഇവർക്ക്. ആൻഡ് ഞാൻ ഇവരെ ആക്ച്വലി ഇൻസ്റ്റാഗ്രാമിലൊന്നും അങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ, പക്ഷെ ഇവിടെ ചോദിച്ചു വരുന്ന ഒരു ബ്രാൻഡാണ്. അത് എങ്ങനെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കൂടുതലും പേര് റിപ്പീറ്റ് കസ്റ്റമേഴ്സ് ഉണ്ട് ഇവർക്ക് ഒരുപാട്. കണ്ടോ ഇങ്ങനത്തെ നല്ല ഭംഗിയുള്ള ഇത് കണ്ടോ, ടസ സിൽക്കില് ചിക്കൻ വർക്ക് കൊടുത്തിരിക്കുക. അങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നല്ല എലഗന്റ് സാരീസ് ആണ് ഇവരുടെ കേട്ടോ. അത് ഈ ചേർച്ചിലൊക്കെ പോകുമ്പോ ഇടുമ്പോ ആ തേച്ച ഒരു ലുക്ക് വേണ്ടേ, ആ ഭയങ്കര ക്ലാസി സാധനം, നല്ല ഭംഗിയുള്ള സാരീസ് അവർക്കുള്ളത്. അപ്പൊ മാ ബുട്ടീക്ക് നമ്മുടെ എക്സിബിഷന് കാണും. ഇത് 3 ഫ്രണ്ട്സ് ആയിട്ട് തുടങ്ങിയ ബ്രാൻഡ്. അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോലെ തന്നെ ഭയങ്കര വൈബ്രന്റ് ആയിട്ടുള്ള സാരീസ് ആണിത്. അതെ, 3 ഫ്രണ്ട്സ് കുഞ്ഞിലേ തുടങ്ങി വലുതായവരെ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് തന്നെ വലിയ ഭാഗ്യം. അതിന്റെ കൂടെ ബിസിനസ്സും കൂടെ ചെയ്യുന്നത് അതിലേറെ ഭാഗ്യമാണ്. സോ മുകുളമാണ് ബ്രാൻഡ്. അതെ, അപ്പൊ മുകുളത്തില് കൂടുതലും മൽ കോട്ടൺ ഉണ്ട്, ചന്തേരി സിൽക്ക് ഉണ്ട്. ഇതൊക്കെ ചന്തേരി സിൽക്കിന്റെ നല്ല ബ്യൂട്ടിഫുൾ ആയ എംബ്രോയിഡറി വർക്കുള്ള സാരീസ് ആണ്. ഇത് ലിനനിലുള്ള സാരിയാണ് ഇങ്ങനത്തെ. പിന്നെ ഇങ്ങനത്തെ മൊഡാൾ സിൽക്ക് കോട്ടൻ്റെ സാരീസ് ഉണ്ട്, മൊഡാൾ സിൽക്ക് സാരീസ്. അപ്പോൾ ഇങ്ങനത്തെ കൂടുതൽ കളക്ഷൻസ് ആയിരിക്കും മുകുളം ബ്രാൻഡിന് ഉണ്ടാവുക. നെക്സ്റ്റ് നമ്മുടെ ഡീകോറിന്റെ ഒരു ബ്രാൻഡാണ് ബട്ടൺ ആൻഡ് ലേസ്. പേര് പോലെ തന്നെ ബട്ടണും ലേസും വെച്ച് കളിച്ചിരിക്കാൻ ഫുൾ ലേസ് ആണ്. ഇവിടുത്തെ ബെഡ് സ്പ്രെഡ്സ് ഒക്കെ ഭയങ്കര ഭംഗിയാട്ടോ ആണ്. എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ബെഡ് സ്പ്രെഡിന്റെ സൈഡിൽ ഒരു ഫ്രില്ലുള്ള ഒരു ബെഡ്ഷീറ്റ് ഉണ്ടായിരുന്നു. അത് പോയി. എന്താ ഇല്ല, ഇതല്ല, ഇങ്ങനത്തെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടേബിൾ റണ്ണേഴ്സ് ഉണ്ട്. ഇവിടെ ടിഷ്യൂ ബോക്സസ്, അതെ ടിഷ്യൂ ബോക്സിൽ ഇടുന്ന സംഭവം അതും ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. എല്ലാം ഈ ലേസ് വർക്കിലാണ് കൂടുതൽ ചെയ്തു വെച്ചിരിക്കുന്നത്. ഇത് നോക്കിയത് സാരിയുടെ ലുക്ക് ഉണ്ട് അല്ലേ, ഭയങ്കര നല്ല ക്വാളിറ്റിയാണ്. ബട്ടൺ ആൻഡ് ലേസ് ആണെങ്കിലും ഏർലി സ്പേസിന്റെ ആണെങ്കിലും ക്വാളിറ്റിയിൽ രണ്ടുപേർക്കും കോംപ്രമൈസ് ഇല്ല. ഇവർക്ക് നല്ല ഇങ്ങനത്തെ കുഷൻ കവേഴ്സും ഉണ്ട്, നല്ല എലഗന്റ് ആയ കുഷൻ കവേഴ്സും ഉണ്ട്. അപ്പൊ ബട്ടൺ ആൻഡ് ലേസും നമ്മുടെ എക്സിബിഷന് കാണും. നിങ്ങൾ എല്ലാ പ്രൊഡക്ട്സും ഒന്ന് തൊട്ട് നോക്കുക ആൻഡ് ജസ്റ്റ് ഫീൽ ദ ക്വാളിറ്റി. അപ്പോൾ അല്ല നിങ്ങൾക്ക് എന്റെ ടോട്ടൽ എന്റെ വാല്യൂം എന്റെ സാറ്റിസ്ഫാക്ഷൻ ഒക്കെ കിട്ടുള്ളൂ. സോ ഗുഡ്. ഇനി നമ്മുടെ കിഡ്സ് സെക്ഷനിലേക്ക് പോവാം. അവിടെ നമുക്ക് ഇവരും നമ്മുടെ ആദ്യം തൊട്ടുള്ള മോംസ് ആൻഡ് ഫെയറീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ്, അത് കിഡ്സിന്റെ ഗേൾസിന്റെ നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സസ് ആണ്. എന്ത് ഭംഗിയാലേ കാണാൻ. ആ ഗോൾഡൻ നോക്ക്, ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ഇടിപ്പിക്കാമായിരുന്നു. പ്രിയ ആൾക്കാർ ഇത് കേട്ട് മടുത്തു. നമുക്കിനി പുതിയ കാര്യങ്ങൾ പറയും. നമുക്കിനി വേദന ഇടിപ്പിക്കാൻ തുടങ്ങാം, എന്നാലും എന്റെ ആഗ്രഹം തീരട്ടെ. അവര് ആദ്യമേ അത് ഒറ്റ ഇടി വെച്ച് തരും. ഇപ്പൊ തന്നെ അവര് ഫാഷൻ കൂടിയിട്ടേ മറ്റേ ഹാഫ് പാൻസ് പറ്റില്ല, ലെങ്ത് പറഞ്ഞത് പറ്റില്ല. എന്റെ കൂടെ ഇനി ഇതും കൂടെ ഇടിപ്പിച്ചാ മതി. എന്താ സ്റ്റൈൽ എന്നറിയോ, നമ്മളൊന്നും ഡ്രസ്സ് എടുത്തു കൊടുത്താൽ ഇടില്ല. അവൻ പറയുന്ന ഡ്രസ്സ് നമ്മൾ ഇട്ടിച്ച് കൊടുക്കണം, അതാണ് ഇപ്പത്തെ വാശി. ഓക്കെ, സോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഡ്രസ് ഉണ്ട്. ആ ഗോൾഡൻ ഡ്രസ് ഒക്കെ നല്ല ഫംഗ്ഷൻസിനൊക്കെ പറ്റിയ ഡ്രസ് ആയിരിക്കും. ഇത് കണ്ടത് നല്ല ഭംഗിയില്ലേ, ഓണത്തിനൊക്കെ ഇടാൻ പറ്റില്ലേ, ഓണം വിഷു സ്പെഷ്യൽ ഒക്കേഷൻസ് ഇടാം. അതുപോലെ തന്നെ നല്ല ലൈറ്റ് വെയിറ്റ് ആണത് ഈ അറ്റത്ത്. ഇത് കണ്ടോ, ഓക്കെ നൈസ്. അതൊക്കെ ഫംഗ്ഷൻ വേഴ്സ്, അതുപോലെ തന്നെ ഡെയിലി വേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ നല്ല ഒക്കേഷൻസിന് ഇടാൻ പറ്റിയ കാഷ്വൽ ആയിട്ടുള്ള ഡ്രസ്സസും ഇവർക്ക് അവൈലബിൾ ആയിരിക്കും. നല്ല ഭംഗിയുണ്ട്. കാരണം മോംസ് ഫെയറീസിനെ പോലെ ആണല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ. പറയാൻ തോന്നി. നേരെ ഗേൾസിന്ന് നമുക്ക് പറ്റിയ സ്ഥലത്തേക്ക് പോവാണ്. ബോയ്സിന്റെ ബൂബു ബേബീസിന് നല്ല ഡിസൈനർ ഷർട്ട്സ് എന്ന് പറയാം. ഇതൊക്കെ ഇൻഡിഗോ ഷർട്ട്, എല്ലാം ഭയങ്കര യുണീക് പീസസ് ആയിട്ടുള്ള ഷർട്ട്സ് ആണ് ഇവർക്കുള്ളത്. ആക്ച്വലി പണ്ട് എപ്പോഴും കുട്ടികൾ ടീഷർട്ട്സ് അല്ല ഇട്ടുകൊണ്ടിരുന്നത്, പക്ഷെ ഷർട്ട് ഇടുമ്പോൾ ഭയങ്കര ചാമിങ് ആണ് കേട്ടോ, ക്യൂട്ടാണ് ഷർട്ട്സ് ഇട്ട് കഴിയുമ്പോ. അത് നല്ല പ്യുവർ കോട്ടൺ ആണ്, നമ്മുടെ വെതറിന് പറ്റിയ ഡ്രസ്സസ് ആണ്. സോ ബൂബു ബേബീസിൽ അത്യാവശ്യം 8 ഇയേഴ്സ് വരെ ഉണ്ട്. എനിക്ക് 1 to 8 ഇയേഴ്സ് വരെയുള്ള കളക്ഷൻസ് കാണും. നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള നല്ല കോഡ് സെറ്റ്സ് എന്ത് രസം നോക്ക്. ഇതൊക്കെ നല്ല ഫംഗ്ഷൻസ് വരെ ഇടാം. അപ്പൊ കൊറേ ഉണ്ട്.
സോ ബൂബു ബേബീസും കാണും നമ്മുടെ എക്സിബിഷനിൽ. ഷോപ്പിൽ ഇപ്പോൾ കുറേ കളക്ഷൻസും വന്നിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് എന്തെങ്കിലുമൊക്കെ ടോയ്സ് ഒക്കെ വാങ്ങിക്കൊടുക്കണം, അല്ലെങ്കിൽ സ്റ്റേഷനറി ഐറ്റംസ് സ്കൂളിനുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കണമെങ്കിൽ ഇത് എന്താണെന്നറിയോ? ഷാർപ്നറാ. കട്ടർ എന്നൊന്നും പറയില്ല, എന്ത് കട്ടർ കട്ടർ എന്ന് പറയൂല. പണ്ട് കട്ടർ കട്ടർ ഓക്കെ, ഷാർപ്നർ. വലിയ വലിയ ഇംഗ്ലീഷുകാർ ഞാൻ കട്ടറിനെ പറയുള്ളൂ. കട്ടർ എന്ന് പറഞ്ഞാൽ ഷാർപ്നർ ആണെന്ന് എല്ലാവർക്കും അറിയാം. റബ്ബറിനാണോ പറയുന്നത്? ഇറേസർ എന്ന് പറയണ്ടേ? ഞാൻ റബ്ബർ എന്ന് പറയൂ. അങ്ങനെയല്ല പറയണ്ടേ. ഇതാണ് നിങ്ങൾ പഴയ ജനറേഷന്റെ കുഴപ്പം. പിന്നെ അപ്പൊ നല്ല തിരിക്കുന്ന കട്ടറുണ്ട്, കട്ടറും കാണും, കുറെ നല്ല റബ്ബറും കാണും. റബ്ബറൊക്കെ സ്റ്റോക്ക് ഔട്ട് ആയിരുന്നു തോന്നുന്നു. നിങ്ങൾ ഇറേസർ എന്നൊക്കെയാ പറയാ? ഞങ്ങൾ ഇറേസർ എന്നാ പറയാ. റബ്ബർ താടോ എന്നല്ലേ പറയുള്ളൂ? ഇറേസർ താടോ അങ്ങനെ പറയുള്ളൂ. ഓ മൈ ഗോഡ്. അപ്പൊ ക്യൂട്ടിഫുൾ സ്റ്റോഴ്സിന്റെ സ്റ്റേഷനറി ഐറ്റംസ്, ടോയ്സ്, അങ്ങനത്തെ കുറെ സംഭവങ്ങൾ കാണും. ഇത് കൊള്ളാലോ. ഒരാള് വഴക്കടിച്ചോണ്ട് പോവാണ്, റബ്ബർന്ന് മാത്രമേ ഇതിനോട് പറയുള്ളൂ. നിങ്ങൾ പറയാ, നിങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ ഈ റബ്ബറും കട്ടർന്നൊക്കെ അല്ലേ പറഞ്ഞുകൊണ്ടിരുന്നിരുന്നേ? ഇൻസ്ട്രുമെന്റ് ബോക്സ് അങ്ങനെ പറയുള്ളൂ. അല്ലാതെ ഞാൻ ഇറേസർന്നോ ഷാർപ്പനർന്നൊന്നും പറയാം. പറയണം, അതാണ് കറക്റ്റ്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് നമ്മുടെ വേറൊരു അടിപൊളി ബ്രാൻഡ് ഉണ്ട്, പീച്ചി മാമ. ഇത് മെറ്റേണിറ്റി വെയർസ് ആണ് ഇവർക്ക് കൂടുതലും. പക്ഷെ ഇതെല്ലാം മെറ്റേണിറ്റി വെയർ ആണെങ്കിലും പറയില്ല അല്ലേ? പറയുന്ന മാത്രല്ല, ആൾക്കാർ ഇത് ഡെയിലി വെയറും കംഫർട്ട് വെയർ ആയിട്ട് എടുത്തോണ്ട് ഞാനിപ്പോ എല്ലാം മെറ്റേണിറ്റി പ്രസവിച്ചതിന് ശേഷം അതൊന്നും ഇറങ്ങിയിട്ടില്ല. 4 വർഷമായിട്ട് 5 വർഷമായിട്ട് ഇപ്പോഴും മെറ്റേണിറ്റി വെയർ തന്നെയാണ്. അത് തന്നെ സ്റ്റക്കാ. എനിക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ ഭയങ്കര കംഫർട്ടബിൾ ആയത്. അച്ഛന്മാർക്കും മെറ്റേണിറ്റി വെയർ ഉണ്ടാക്കണം കേട്ടോ. വണ്ണം ഉള്ളവർക്ക് ഇടാനാണ്. അല്ല, അമ്മമാർക്ക് വണ്ണം വെക്കുമ്പോ അച്ഛന്മാർ സപ്പോർട്ടിന് വേണ്ടി വണ്ണം വെക്കുന്ന, പിന്നെ കുറയ്ക്കാത്ത രണ്ടുപേരും. ആലോചിച്ചൊക്കെ വൈഫ് പ്രഗ്നന്റ് ആയിരിക്കുമ്പോ ഭർത്താവും ഭാര്യയും ഒരേപോലെ ഡ്രസ് മെറ്റേണിറ്റി വെയർ. അപ്പൊ മനസ്സിലാവും ഇന്ന ആളുടെ ഭർത്താവാണ് ഇതാണെന്ന് മനസ്സിലാവും. ഇവർക്ക് കുറെ ഡെയിലി വെയർസ് ഉണ്ട്, മെറ്റേണിറ്റി വെയർസ് ഉണ്ട്, ഡെയിലി വെയർസ് ആയിട്ട് ഉപയോഗിക്കാം. ഇപ്പൊ സമ്മർ വെയറിന് പറ്റിയത്, ഇതൊക്കെ സമ്മർ വെയറിന് പറ്റിയ ഔട്ട്ഫിറ്റ്സും ഉണ്ട് ഇവർക്ക്. ഇതിനൊക്കെ മെയിൻ തിങ് എന്താ അറിയോ, സിബ്സ് ഒക്കെ ക്യാമഫ്ലോജ്ഡ് ആയിരിക്കും. സോ നമുക്ക് ആ സിബ് എടുത്ത് കാണില്ല. അപ്പൊ അതൊരു വൃത്തിയായിട്ടൊന്നും അറിയില്ല. നല്ല ഫിനിഷിംഗും ആണ്. അവരുടെ സിബ് ആണെങ്കിലും സ്റ്റിച്ചിങ് ആണെങ്കിലും എല്ലാം സെയിം കളറിലാണ് ഫിനിഷ് ചെയ്യുന്നത്. നല്ല ഫാബ്രിക്കും ആണ്. അപ്പൊ ഈ പീച്ചി മാമ എന്നാണ് ബ്രാൻഡിന്റെ പേര്. സോ ഓക്കെ ഗൈസ്, വൺസ് അഗൈൻ എല്ലാവരെയും പേഴ്സണലായിട്ട് ഇൻവൈറ്റ് ആണ്. May 10, 11, 12 ഒബ്രോൺ മോൾ 3rd floor. എല്ലാവരും വരുക. ഇനി ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ട്, ഫുഡിന്റെ ബ്രാൻഡ്സ് ഉണ്ട്. ഇവരൊക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതായിരിക്കും എക്സിബിഷന്റെ തലേ ദിവസം. ഇതിപ്പം ഷോപ്പിലുള്ള ബ്രാൻഡ്സ് കുറച്ച് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. സോ ദാറ്റ് നിങ്ങൾക്കൊരു റഫ് ഐഡിയ കിട്ടുമല്ലോ. ആൻഡ് ഞാൻ പറഞ്ഞ പോലെ എല്ലാവർക്കും വന്ന് കടിച്ചു പൊളിക്കാം. ഒബ്രോൺ മോളിൽ വെച്ച് കാണാം. ജസ്റ്റ് ഫ്യൂ മോർ ഡേയ്സ് ലെഫ്റ്റ്. സോ അടുത്തൊരു അടിപൊളി ബ്ലോഗായിട്ട് കാണാം. മോർ ദാൻ ദാറ്റ് എക്സിബിഷന് കാണാം. അതുവരെ stay healthy, stay happy. Bye bye.